ഹോം ഫുഡ് യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ഫിഷ് മോളിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് മീനൊന്ന് മാരിനേഷൻ ചെയ്യണം. അതിനായിട്ട് അല്പം മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻ ഈ മസാലയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ മീനിൽ ഉപ്പും മഞ്ഞളും ഒക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ടൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീൻ ഇവിടെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ മുരിഞ്ഞു വരേണ്ടിയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതിയാവും. ഈ മീൻ ഫ്രൈ ചെയ്ത് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്ത സവോളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണമെങ്കിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി നിർബന്ധമില്ല, ഓപ്ഷനാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
അങ്ങനെ നമ്മുടെ മീനിൽ കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി എടുക്കാം. കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല, മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പം അതൊക്കെ നോക്കിയും കണ്ടും ചെയ്താൽ മതിയാവും. ഈ സമയത്ത് തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു തിള വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി. നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ട്. ഗ്രേവി ഒത്തിരി അങ്ങ് പറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. ഒത്തിരി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാം പാലും ഒക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത് ഒന്നുകൂടെ അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നല്ല കട്ടിയായ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈ ഫിഷ് മോളുടെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ ഫിഷ് മോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.